നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പതിവിന് വിപരീതമായി ഒരു സാഹിത്യകാരിയെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് രാമനാട്ടുകാരി പ്രേമ ശ്രീകുമാർ. അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഞാൻ ആദ്യമായി എഴുതിയ കവിത അമ്മ എന്നൊരു കവിതയാണ്. അത് ഞാനിവിടെ ആലപിക്കാം. അമ്മയ്ക്കു തുല്യമായി അമ്മ മാത്രം, അമ്മതൻ വാത്സല്യം അത്രമാത്രം. അമ്മിഞ്ഞ പാലിൻ അമൃതരസം ആസ്വദിക്കാത്തൊരു കുഞ്ഞുമില്ല. കാലത്തിനും നിർവചിക്കാനാവാത്ത നന്മ നിറഞ്ഞൊരു സൂര്യതേജസ്സാണമ്മ. നമസ്കാരം. പുരസ്കാരത്തിളക്കത്തിൽ നിൽക്കുന്ന സാഹിത്യകാരി, പോരാത്തതിന് ഡോക്യുമെൻ്ററി റൈറ്റർ. കവിതകളോടൊപ്പം കഥകളും എഴുതുന്ന നിങ്ങൾക്ക് പ്രകൃതിയുടെ ഇഷ്ട തോഴിയായി നിൽക്കുമ്പോഴും ഇന്നിൻ്റെ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും ആകുലതകളും കവിതകളിൽ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചാൽ? പ്രകൃതിയെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ എഴുതിയിരിക്കുന്നത്. മഴ, കടല്, സൂര്യൻ, അങ്ങനെ കൂടുതൽ പ്രകൃതിയിൽ എന്തെല്ലാം നടക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ എഴുതിയിട്ടുണ്ട്. എനിക്കിഷ്ടം കൂടുതൽ പ്രകൃതിയെക്കുറിച്ച് എഴുതാനാണ്. അത് നല്ലൊരു എഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പാലക്കാട് കാര്യമാണല്ലോ നിങ്ങളെ? അതെ. പാലക്കാട്ടിൽ നിന്നും രാമനാട്ടുകരയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് രാമനാട്ടുകരയ്ക്ക് വന്നതാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛൻ മീനാക്ഷിപുരം പറഞ്ഞ സ്ഥലത്ത് സിനിമ ടാക്കീസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഇതിലാണ് ആലോചന വന്നത്. അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെയാണ് രാമനാട്ടുകരയിൽ എത്തിപ്പെട്ടത്. ഈ രാമനാട്ടുകരയിൽ എത്തിപ്പെട്ടപ്പോൾ ഇവിടെ അറിയപ്പെടുന്ന ഡോക്യുമെൻ്ററി റൈറ്ററാണല്ലോ ശ്രീകുമാരേട്ടൻ. അതെ. പിന്നെ നിങ്ങളും അതിൽ ലൈസൻസ് നേടിയല്ലോ. അതെ. നിങ്ങളും എഴുതാൻ തുടങ്ങിയില്ലേ? അതെ. ഇല്ലേ? അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെങ്ങനെ ഈ സാഹിത്യ രംഗത്തേക്ക് വന്നത്? ആ ചെറുപ്പകാലത്ത് തന്നെ സാഹിത്യത്തിൽ താല്പര്യം ഉണ്ടാവുമല്ലോ? അതെ, ഉണ്ടായിരുന്നു. ഞാൻ 6 വയസ്സിൽ ചെറുതായിട്ടിങ്ങനെ 4 വരിയൊക്കെ കുറിക്കുമായിരുന്നു. ഞങ്ങൾ അച്ഛൻ മിലിറ്ററിയിൽ സുബേദാർ മേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം അച്ഛൻ കൃഷി, ഞങ്ങൾക്ക് 1000 പേർക്ക് കൃഷിയുണ്ട്. അപ്പോൾ പാടത്ത് ഒരുപാട് പണിക്കാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പാടത്തൊക്കെ പോവും. അപ്പോൾ അതൊക്കെ പോണ സമയത്ത് നമുക്കിതൊക്കെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ 4 വരി എഴുതാനുള്ളൊരു ഇത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ദേവി മഹാത്മ്യം എന്നും വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മ ദേവിയെക്കുറിച്ച് എഴുതാറുണ്ട്. ദേവിയെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ അമ്മ എഴുതി വെക്കാറുണ്ട്. ഒരു നോട്ട് ബുക്ക് മുഴുവൻ അമ്മ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതായിരിക്കും എനിക്കും കിട്ടിയതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു പൈതൃകം. അതെ, അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് വിചാരിക്കുന്നത്. സന്തോഷം. പിന്നെ ഞാൻ 8 വയസ്സിലാണ് ഞാൻ പിന്നെയും 4 വരിയും കൂടെ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതിയപ്പോഴാണ് അച്ഛനത് കണ്ടത്. അപ്പോൾ അച്ഛനത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് എഴുതിയ ഒരു 8 വരി 12 വരിയൊക്കെ എഴുതിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു മാസികയ്ക്ക് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ അയച്ചു കൊടുത്തു. പണ്ടെല്ലാം ഇന്നത്തെ മാതിരിയും കൂടെ അല്ല, കുറേ ഇതൊക്കെ നോക്കിയ ശേഷമാണ് അവരെടുക്കുക. പക്ഷേ അത് അച്ഛൻ അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുട്ടി എഴുതിയതല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് മാഗസിനിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു എഴുത്തിലേക്ക് അന്നേ താല്പര്യമുണ്ട്. ഈ എഴുത്തിൽ അച്ഛനും പിന്നെ അമ്മയും ചേച്ചിയും ഒക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതേപോലെ നമ്മുടെ നാട്ടിൽ നടന്ന ദുരന്തം, കോവിഡ് ഒക്കെ നിങ്ങളെ ഈ ഒരു എഴുത്തുകാരെയാണല്ലോ പ്രത്യേകം അത് പ്രകടമാക്കാൻ അവർക്കാണല്ലോ കഴിയുക. അതെ. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഡോക്യുമെൻ്ററി റൈറ്റർ ആയതുകൊണ്ട് സമയമൊന്നും കിട്ടാറില്ല എഴുത്തിലേക്ക്. പക്ഷേ ഞങ്ങൾ ടൂറ് പോകുമ്പോൾ എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ ഡയറിയിൽ എഴുതി വയ്ക്കും. അപ്പോൾ ഏട്ടൻ പറയുന്നത് രണ്ടും കൂടെ മാച്ച് ആവില്ല, ആധാര എഴുത്തും കവിത എഴുത്തും കൂടെ. അപ്പോൾ അതുകൊണ്ട് കവിത തൽക്കാലം അവിടെ നിർത്തി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ആധാരമാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ കോവിഡ് കാലത്ത് ഭയങ്കര എവിടെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഗുരുവായൂരപ്പൻ അടഞ്ഞു കിടന്നു. ആ സമയത്ത് ഗുരുവായൂരപ്പനെ കുറിച്ചൊരു കവിത എഴുതിയതായിരുന്നു. അപ്പോൾ ആ കവിത എഴുതി FBയിൽ പോസ്റ്റ് ചെയ്തു. അത് കണ്ടിട്ടാണ് കുറേ ഗ്രൂപ്പുകാർ ക്ഷണിച്ചത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് രണ്ടാമത് ഞാൻ ഈ എഴുത്തിലേക്ക് വന്നത്. അങ്ങനെ വന്നതാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഴുത്തിൽ നിന്നൊക്കെ വരുമാനം കിട്ടി തുടങ്ങിയല്ലോ? അതെ. പുസ്തകങ്ങൾ എൻ്റെ സ്വന്തമായിട്ട് 3 കവിതാ സമാഹാരവും ഒരു കഥാസമാഹാരവും ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ 60ഓളം പുസ്തകങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കഥകളും കവിതകളും ലേഖനങ്ങളും ഭക്തിഗാനങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രാമായണ പാരായണം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് അതിനും കിട്ടാറുണ്ട്. അങ്ങനെ വരുമാനം പുസ്തകങ്ങളെല്ലാം കുറേ പോയിട്ടുണ്ട്, ചിലവായിട്ടുണ്ട്. ആദ്യത്തെ കവിതാ സമാഹാരം കവിതകൾ പൂക്കുന്ന പൂമരങ്ങൾ എന്ന കവിതാ സമാഹാരം ലിബി പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചത്. അത് ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ കുറേ പുസ്തകങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാം കുറേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ NSS ഉണ്ട് ദുബായിലാണ് എൻ്റെ മക്കൾ, മോനും മോളും ദുബായിലാണ്, മരുമക്കളും എല്ലാവരും അവിടെ തന്നെയാണ്. അപ്പോൾ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അവരുടെ ഫ്രണ്ട്സും കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പുസ്തകം വാങ്ങി വായിച്ചു, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് കടന്നത്. 500ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനിയും പുസ്തകങ്ങൾ ഇറങ്ങണം. കൂടുതൽ യൂട്യൂബിലൂടെ ഞാൻ കവിതകൾ ചൊല്ലി ഇടാറുണ്ട്. കഥകളും കവിതകളുമാണല്ലോ കൂടുതലും കണ്ടത്, ഞാൻ അത്രയും കണ്ടത്. പിന്നെ ഇപ്പൊ നോവലിലേക്കുള്ളൊരു തുടങ്ങിയെന്നൊക്കെ കേട്ടു. അതെ, നോവല് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് സമയമെടുക്കും. നോവലാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് വേണം എഴുതാൻ. ചെറുകഥകളാണ് അധികം എഴുതാറുള്ളത്. അപ്പോൾ ചെറുകഥകൾ അത്ര എഴുതാൻ ബുദ്ധിമുട്ടില്ല, ഒരു 4 പാരഗ്രാഫ് 5 പാരഗ്രാഫൊക്കെ എഴുതിയാൽ മതി. പക്ഷേ നോവലാകുമ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് അതിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് മുഴുവനായിട്ടില്ല. ലേഖനങ്ങൾ എഴുതാറുണ്ട്. അങ്ങനെ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ? ഉണ്ട്, പത്രമാധ്യമങ്ങളിൽ കേരള കൗമുദിയിൽ എൻ്റെ കവിത വന്നിട്ടുണ്ട്. പിന്നെ കേരള വാർത്തയിൽ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചകളിലും വരാറുണ്ട്. പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാറുണ്ട്. ഡിജിറ്റൽ മാസികകളിൽ കവിതകൾ വരാറുണ്ട്. പിന്നെ അല്ലാത്ത മാസികകളിലും വരാറുണ്ട്. അവാർഡുകളും ഷീൽഡുകളും ഷോക്കേസിൽ നിറഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു അലമാരിക്ക് കൂടി ഇടം കൊടുക്കേണ്ട സമയമായില്ലേ? അതൊക്കെ ദൈവത്തിൻ്റെയും വായനക്കാരുടെയും അനുഗ്രഹം കൊണ്ട്, എൻ്റെ മരിച്ചുപോയ അച്ഛനും അമ്മ ഭർത്താവ് അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടായിരിക്കാം. ഞാൻ പ്രതീക്ഷിക്കാതെ വന്ന അവാർഡുകളാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇത്രത്തോളം ഒരു പ്രസിദ്ധിയിലേക്ക് എത്തുന്നുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ അവാർഡ് കിട്ടുന്നുള്ളതോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ എഴുതാൻ കഴിയുന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഏതൊരു കലാകാരനും അല്ലെങ്കിൽ സാഹിത്യകാരനും ഇനിയൊരു കർഷകനായാലും നമ്മൾക്ക് അംഗീകാരങ്ങൾ കിട്ടണം. അംഗീകാരങ്ങൾ കിട്ടുമ്പോഴേ അത് വളരുള്ളൂ. നമ്മളിലുള്ള പ്രതിഭ അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകൾ പ്രകടമാക്കണമെങ്കിൽ അംഗീകാരങ്ങൾ നിർബന്ധമാണ്. അത് നമ്മൾ ചോദിച്ചു വാങ്ങുന്നതല്ല, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ധാരാളം അവാർഡുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അതിൽ കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ? പറയാൻ വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, അവാർഡുകളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് കുറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രൂപ്പുകളിൽ എപ്പോഴും മത്സരങ്ങൾ ഉണ്ടാവും. അപ്പോൾ മത്സരങ്ങളിലൊക്കെ കഴിയുന്നത് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിൽ മഞ്ചേരി ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കവിതാ സമാഹാരം, പെൻഡ്രൈവ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ എൻ്റെ കവിതയുണ്ട്. അതിന് 11 വേൾഡ് റെക്കോർഡ്സ് നേടിയിട്ടുണ്ട് ആ കവിതയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഹോണർ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സരസ്വതി പുരസ്കാരം, മാധവമുരളി പുരസ്കാരം, സുവർണതൂലിക പുരസ്കാരം, NSS പുരസ്കാരം, ഫിരമൻ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം, ഇടശ്ശേരി പുരസ്കാരം. അങ്ങനെ നാട്ടിലും വിദേശത്തും പുരസ്കാരങ്ങൾ കുറേ എന്നെ തേടി വന്നിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം ഇതൊന്നും കാണാൻ അമ്മയും അച്ഛനും ഭർത്താവൊന്നും ഇല്ലാത്തതിൻ്റെ സങ്കടമുണ്ട്. പിന്നെ എല്ലാ വീട്ടുകാർക്കും മക്കൾക്കും എല്ലാം നല്ല സപ്പോർട്ടാണ്. പേരക്കുട്ടികൾ വരെ നല്ല സപ്പോർട്ടാണ്. എൻ്റെ പേരക്കുട്ടി ഇപ്പോൾ എഴുത്തിലേക്ക് ചുവട് വെച്ചിട്ടുണ്ട്. അല്ല, അത് ഞാൻ നേരത്തെ അവളായിട്ട് പരിചയപ്പെട്ടു. അവളെ പരിചയപ്പെട്ടപ്പോൾ അവളൊരു പോയിട്രി പാടുണ്ടായി, അതുപോലെ എഴുതുന്നു എന്നോട് പറഞ്ഞു. ഞാനിത് ഇങ്ങനെ സ്വാഭാവികമായിട്ട് ചോദിച്ചതാ, പിന്നെ വല്യമ്മയുടെ പിന്നെ പാരമ്പര്യം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചതാ. എന്തായാലും ഈ പുരസ്കാരം നിങ്ങൾക്ക് ഇനിയും ലഭിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഈ സാഹിത്യരംഗത്ത് പിന്നെ ദുബായ് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിച്ചത്? അതിന് കാരണം കൂടി ഞാൻ പറയാം. പാലക്കാടിൻ്റെ നെൽവയലുകളും കൃഷിയും എല്ലാം, ക്ഷേത്രങ്ങളും കുളങ്ങളും എല്ലാമുള്ള ഒരു വലിയ ഇന്നും ശരിക്കും ടൂറിസത്തിൽ
എനിക്ക് തോന്നുന്നു ടൂറിസം അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല പാലക്കാടിനെ. അതുപോലത്തെ പാലക്കാടിനെ പഴയ തറവാടുകളും അത് നെൽവയലുകൾ തന്നെ ഇത്ര മനോഹരമാണ്. അതുപോലെ അതെല്ലാം അടുത്തറിഞ്ഞ നിങ്ങൾക്ക് തിരക്കുള്ള രാമനാട്ടുകരയിലേക്ക് എത്തിപ്പെട്ടത് നിങ്ങൾ പിന്നീട് മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടലാണ് അല്ലേ? അതെങ്ങനെ നിങ്ങളുടെ സാഹിത്യ ലോകത്തിലും നിങ്ങളുടെ ജീവിതത്തിലും എങ്ങനെ സ്വാധീനിച്ചു? ഞാൻ വലിയൊരു തറവാട്ടിൽ ജനിച്ചതാണ്. കുളങ്ങളും കൃഷിയും എല്ലാം ഉള്ളൊരു തറവാട്ടിൽ ജനിച്ചു വന്നതാണ്. അപ്പോൾ അവിടുന്ന് രാമനാട്ടുകര എത്തി. രാമനാട്ടിലും വലിയൊരു തറവാട്ടിലേക്ക് വന്നു. അവിടെയും ഞാൻ നല്ലൊരു വീട്ടമ്മയായിട്ട് നല്ലൊരു മരുമകളായിട്ട് തന്നെ ഇരുന്നിരുന്നു. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ ഇപ്പോൾ ഭർത്താവ് മരിച്ച സമയത്ത് മക്കളുടെ കൂടെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ മക്കളുടെ അടുത്ത് ദുബായ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിനെക്കാട്ടിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആഘോഷങ്ങളും പിന്നെ മരങ്ങളും എല്ലാം കൂടുതൽ കാണുന്നത് ഞാനിപ്പോൾ ദുബായിലാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന വേപ്പ് മരങ്ങൾ. അതുമാതിരി നമ്മളിവിടെ ഒഴിവാക്കുന്ന ചെടികളെയൊക്കെ അവർ വെടിപ്പാക്കി വെച്ചിട്ട് നല്ല ഭംഗിയിലാണ് കാണുന്നത്. അവിടെ പൂക്കളായാലും അതുമാതിരി മരങ്ങളായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കേരളം വിട്ടുപോയതാണെന്നുള്ള തോന്നൽ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ദുബായിലെത്തിയിട്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലവും അങ്ങനെ ഒരു സ്ഥലമാണ്. കൂടുതൽ മലയാളി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു അസോസിയേഷനിൽ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട് വിട്ടു എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അത് ശരിക്കും ദുബായും എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രോഗ്രാമിലും NSSൻ്റെ പ്രോഗ്രാമിലും അങ്ങനെ ഓരോ എന്താ പറയുക സാംസ്കാരിക വേദികൾ അവരുടെയൊക്കെ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പാലക്കാട് എന്ന നാട്ടിൻപുറത്ത് കണ്ണാടിയാണ് എൻ്റെ സ്ഥലം. കണ്ണാടി നോക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ കാണുകയെന്ന് പറയില്ലേ, അതുമാതിരിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാനൊരു എഴുത്തിലേക്ക് തന്നെ മുഴുവൻ സമയവും എൻ്റെ എഴുത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കൊച്ചുമക്കളുണ്ടെങ്കിലും കൂടുതൽ സമയം കൊച്ചുമക്കളുടെ കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതും. അങ്ങനെയാണ് എഴുത്ത്. പിന്നെ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത് തിരുത്തണ ഒരു സ്വഭാവമില്ല. അത് എഴുതുമ്പോൾ അങ്ങനെ എഴുതി പോകുന്നുള്ളതാണ് എൻ്റെ ഒരു എഴുത്ത്. അങ്ങനെയാണ്. അത് ശരിയാവുന്നുണ്ട് എന്നാണ് വിശ്വാസം. അല്ല, പല സാഹിത്യകാരന്മാരും ആ രൂപത്തിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സി രാധാകൃഷ്ണനൊക്കെ പോലെയുള്ള എഴുത്തുകാരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കാലത്തുണ്ടായിരുന്നത്. മറ്റവർ ടൈപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യാം, പിന്നെ അത് എഴുത്തിലേക്ക് മാറിയാൽ മതി. പക്ഷെ നിങ്ങൾ ഞാൻ എഴുതുക തന്നെയാണ് ചെയ്യാറ്. ഞാൻ റെക്കോർഡ് ചെയ്യലല്ല, ഞാൻ ടൈപ്പ് ചെയ്യാം. അതെ, ഞാൻ ജോലിയാകുമ്പോഴും ടൈപ്പിംഗ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ടൈപ്പിങ്ങിന് അത്ര പ്രശ്നമില്ലാത്തതുകൊണ്ട് മലയാളം ടൈപ്പിംഗ് നന്നായിട്ട് ടൈപ്പ് ചെയ്യും. ഞാൻ എൻ്റെ സബ്ജക്റ്റ് മലയാളമായിരുന്നു ഡിഗ്രിക്ക്. അപ്പം അതുകൊണ്ട് മലയാളത്തിനോട് കൂടുതൽ ഇഷ്ടം. കേരളത്തിലെ മലയാളം ആണല്ലോ കൂടുതൽ. തീർച്ചയായിട്ടും മലയാളം സ്വാധീനിച്ചു. അത് പക്ഷെ അതൊരു വേറൊരു ഭാഷ തന്നെയാണ്. ഭാഷ തന്നെയാണ്. നമ്മുടെ കവിതേൻ്റെത് വേറൊരു ഭാഷ, രണ്ടും രണ്ടാണ് വരുന്നത്. പക്ഷേ അതുകൊണ്ട് എന്താ പറയുക, മലയാളം കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. അത് കൈകാര്യം ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ല. അത് നമ്മൾ ഈ പഞ്ചാബിലൊക്കെ ലോറീന്റെ പിറകിൽ ഇങ്ങനെ എഴുതും. അതൊരു പ്രത്യേകതര എഴുത്താണ്. അതിനെ പറ്റിയിട്ട് ശരിക്കും പഠനം നടത്തണം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറയുന്നത്, ഡോക്യുമെന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പിന്നെ എന്താ പറയുക ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ആ ഭാഷ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല അല്ലേ? അതിങ്ങനെ തുടർച്ചയായിട്ട് പോരുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിൽ മാറ്റങ്ങൾ ഇപ്പോഴും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്വയം ആധാരം എഴുതാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടില്ല. കാരണം ഓരോ സ്ഥലത്തിന്റെ സ്വഭാവവും വ്യത്യാസമുണ്ട്. ഓരോ സ്ഥലത്തിന്റെയും പിന്നെ ആവശ്യങ്ങൾ വ്യത്യാസമുണ്ട്. പിന്നെ അതിന്റെ ഉടമകളുടെ സവിശേഷതകള്, വാങ്ങുന്നവരുടെ സവിശേഷതകള്, അവരെന്തിനു വാങ്ങുന്നു, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് എഴുതി ചേർക്കുക എന്നല്ലാതെ അതൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ഇല്ല, കിട്ടില്ല. കാരണം ഇത് അടിയാധാരങ്ങളൊക്കെ വായിച്ചിട്ട് അതിൽ ഇത് നോക്കിയിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പൊ അത് ഇപ്പൊ ശരിക്കും സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡെവലപ്പ് ആവും. അത് ഇപ്പൊ ഡെവലപ്പ് ആയി വരുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് ആദ്യം ശരിക്കും നമ്മൾ കൈകൊണ്ടായിരുന്നു എഴുത്തെല്ലാം ഉണ്ടായിരുന്ന ആധാരത്തില്. ഇപ്പൊ ടൈപ്പിംഗ് ആയി. ഇപ്പൊ നമ്മള് ഒരു ഫോമിൽ എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് പക്ഷെ ആയിട്ടില്ല. ഇല്ല, സക്സസ് ആയിട്ടില്ല. കാരണം വെച്ചാൽ അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും പഴയ അവകാശികളുടെയും ഇതൊന്നും പൂർണ്ണമായിട്ട് വരാത്തത് കൊണ്ടായിരിക്കാം അതിന്റെ മുഴുവനായിട്ട് വരാത്തതെന്ന് തോന്നുന്നുണ്ട്. അതായിട്ടില്ല. ഈ അതിൽ നിന്ന് മാറ്റം നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് റൈറ്റിംഗിൽ നിന്ന് ഒരു മാറ്റം ഈ സാഹിത്യ ലോകത്തേക്ക് വരുമ്പോൾ എന്താ തോന്നുന്നത്?
ഇല്ല, ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ഹസ്ബൻഡിനെ സഹായിച്ചും കൊണ്ടാണ് അതൊരു ഇരുന്നത്. ജോലിയായിട്ട് മാത്രമാണ് ജോലിയായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. ആ സമയത്തും ഞാൻ കവിത എഴുതുമായിരുന്നു, പക്ഷെ അത് ഡയറിയിൽ മാത്രം ഒതുങ്ങിയിരുന്നു. ഹസ്ബൻഡിനെ അറിയാം, ഹസ്ബൻഡ് പറയും രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളത് പറയുമായിരുന്നു. പിന്നെ ഇപ്പോൾ കോവിഡ് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് കാലത്താണ് ഈ കവിതയിലേക്ക് വന്നതെന്ന്. ഇപ്പം പിന്നെ വേറൊന്നും ചെയ്യാനില്ല, നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ കവിത ആ പഴയതെല്ലാം തട്ടി കുടഞ്ഞെടുത്ത് ഇപ്പം അതിലേക്ക് തന്നെ മുഴുവൻ സമയം അതിലേക്ക് തന്നെ പോകുന്നതാണ് ഇപ്പോൾ. ഞാൻ ഈ കവിത്രിയുടെ വാക്കുകൾ തന്നെ എടുത്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഒരു കവിതകളുണ്ടല്ലോ, പൂക്കുന്ന പൂമരങ്ങൾ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം. അതെ, കവിതകൾ പൂക്കുന്ന പൂമരങ്ങൾ. അതിലൊരു സമാഹാരം, അതിൽ നിങ്ങൾ ആദ്യം എഴുതിയൊരു വരികളുണ്ട്. ഒരു പുതിയ യാത്രയാണ്, അതിനെ ആരംഭം കുറിക്കുകയാണ് എഴുത്തിന്റെ വഴികളിലൂടെ എന്ന്. നിങ്ങൾ എത്രയോ കാലം മുമ്പേ ഈ എഴുത്തിന്റെ വഴികളിലേക്ക് കടന്നില്ലേ? എഴുത്തിൻ്റെ വഴികളിലേക്ക് ഞാൻ വന്നെങ്കിലും ഒരു ഇതായിട്ട് പുസ്തകത്തിലേക്ക് എൻ്റെ വരികൾ എഴുതി ചേർത്ത് ഒരു പുസ്തകമായിട്ട് പുറത്തിറങ്ങാനുള്ള ഇത് ആയത് പുതിയൊരു വഴിയല്ലേ. അതാണ് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം ആമുഖത്തിൽ എഴുതിയത്. അങ്ങനെയാണ് ഞാൻ വിമർശിക്കാനായിട്ട് ചോദിച്ചത്. അല്ല, മനസ്സിലായി, സന്തോഷം കൊണ്ട് ചോദിച്ചാൽ മനസ്സിലായി ആ വരികൾ. അപ്പോൾ അത് അങ്ങനെ ആദ്യം തന്നെ എഴുതുമായിരുന്നെങ്കിലും പുസ്തകമായിട്ട് ഇറക്കിയിട്ടില്ല. ഫസ്റ്റ് ഇറങ്ങിയത് കവിതകൾ പൂക്കുന്ന പൂമരങ്ങൾ എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിലേക്ക് ആദ്യമായിട്ട് ചുവട് വെച്ചു എന്നുള്ളതാണ് അതിനെ ഞാൻ അർത്ഥമാക്കിയത്. കവിതകളും കഥകളും ഒക്കെ എഴുതി തുടങ്ങി, നോവലിലേക്ക് തുടക്കം വെച്ചു. ഇപ്പോ സാഹിത്യകാരിക്ക് ധാരാളം പണം വന്നു ചേർന്നു എന്നത് കേൾക്കുന്നല്ല. ധാരാളം പണമൊന്നും എത്തിയിട്ടില്ലെങ്കിലും കുറച്ചെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പുസ്തകങ്ങളെല്ലാം, ഞാൻ അടിച്ച പുസ്തകങ്ങളെല്ലാം ഒരുവിധം ചിലവായിട്ടുണ്ട്, എല്ലാവരുടെ കൈകളിലും എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ കുറച്ച് വരുമാനം കയ്യിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോ പാരായണങ്ങൾ ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് അതിലൊക്കെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ വന്നിട്ട് അതിനും ചെറിയ തോതിൽ വരുമാനം കിട്ടിയിട്ടുണ്ട്. ഞാനത് ചോദിക്കാൻ കാരണം, നമ്മളിങ്ങനെ സാധാരണ എഴുതി വെച്ച് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്കത് വിൽപ്പന നടക്കുകയും നമുക്ക് വരുമാനം കിട്ടുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ അറിയുകയും ചെയ്യപ്പെടുന്നതും മറ്റുള്ളവരുടെ കൈകളിൽ ഈ പുസ്തകങ്ങൾ എത്തുകയും മറ്റുള്ളവർ വായിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്യുമ്പോൾ അതിനൊരു പ്രചോദനം എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വരുമാനം, ചെറിയ തോതിൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ തന്നെ ഏതൊരു കലാകാരനും വളരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ചോദിച്ചത്. അതെ, പക്ഷെ കൂടുതൽ എൻ്റെ കവിതകൾ മറ്റുള്ളവർ വായിച്ച് അഭിപ്രായം പറയണം, വായിക്കപ്പെടണം എന്നുള്ളതാണ്. ഞാൻ എഴുതിയ വരികൾ മറ്റുള്ളവർ ഇത് വായിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം. പൈസയെക്കാട്ടിലും മൂല്യം ഞാൻ കാണുന്നത് അതിലാണ്. അതൊരു സാഹിത്യകാരിയുടെ മൂല്യമായ ഒരു സംഭാഷണം തന്നെയാണ് അത് കേൾക്കുന്നത്. അതാണ് കൂടുതൽ എനിക്ക് സന്തോഷം തരുന്നത്. കാരണം പൈസയിലല്ല നമ്മൾ കൂടുതൽ കാണുന്നത്, നമ്മൾ എഴുതുന്ന, പക്ഷേ പുസ്തകങ്ങൾ ചിലവാകണം, അല്ലെങ്കിൽ അത് പുസ്തകങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ എത്തിപ്പെടണം. അതാണ്. ഇപ്പം ഞാൻ അടിച്ച പുസ്തകങ്ങളിൽ ഒരുവിധമെല്ലാം പോയിട്ടുണ്ട്. രണ്ടാമത്തെ എഡിഷന് കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ എഡിഷൻ അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സന്തോഷം, വളരെ സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാർ എൻ്റെ പുസ്തകങ്ങളിൽ ഓരോരുത്തരുടെ കയ്യിലെത്തി എന്നുള്ളത്. അത് കേരളം മുഴുവൻ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്ന് തന്നെ പറയാം. അത്രയും ആൾക്കാരുടെ കയ്യിൽ എൻ്റെ പുസ്തകം എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് 40ഓളം ഗ്രൂപ്പുകളുണ്ട് FBയിൽ. അതുപോലെ തന്നെ ദുബായിലും. അതെ, ദുബായിലും ഉണ്ട്. ദുബായിലും എത്തിപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ. അതാ പറഞ്ഞാൽ, ദുബായിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരുണ്ട്, അവരുടെ കയ്യിലെല്ലാം എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ദുബായിലെ ഒരു ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു ലൈബ്രറിയിലേക്ക് അവർ ചോദിച്ചിട്ട് അവിടെ എൻ്റെ പുസ്തകങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്, ലൈബ്രറിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പേര് വായിക്കപ്പെടുമല്ലോ എന്നുള്ള ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ നമുക്ക് പിന്നെ ഈ നമ്മുടെ പ്രേക്ഷകരോട്, നമ്മുടെ നാട്ടുകാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ എന്നെ ഒരു ചാനലിലേക്ക് വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ എന്താ പറയുക ക്ഷണിച്ച സത്യമാഷോടും പിന്നെ ഇത് ശ്രവിക്കുന്ന എൻ്റെ നാട്ടുകാരോടും പിന്നെ എല്ലാവരോടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പുസ്തകങ്ങൾ 1 കവിതകൾ പൂക്കുന്ന പൂമരങ്ങൾ, 2 സഖിനെ പ്രണയിച്ച സഹയാത്രിക, അങ്ങനെ മൗനം വാചാലമാകുമ്പോൾ, അങ്ങനെ ഓരോ പുസ്തകങ്ങളും, പിന്നെ 60ഓളം പുസ്തകങ്ങളിൽ എൻ്റെ കവിതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും വായിക്കപ്പെട്ടെ എന്നുകൂടെ ഞാൻ വളരെ സന്തോഷപൂർവ്വം എല്ലാവരോടും അറിയിക്കുകയാണ്. വളരെ സന്തോഷം. മലയാള സാഹിത്യ ലോകത്തേക്ക് കൃഷിയെയും ചെടികളെയും പൂമ്പാറ്റകളെയും മണ്ണിനെയും വായുവിനെയും നദികളെയും എന്തിനു വേണ്ട വായുവിനെയും എല്ലാം പ്രണയിച്ചുകൊണ്ട്
കവിതകളും ചെറുകഥകളും നോവലുകളുമായി കവിതാ ലോകത്തേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ സാഹിത്യ ലോകത്തിലേക്ക് കടന്നു വന്ന രാമനാട്ടുകരക്കാരി അല്ലെങ്കിൽ പാലക്കാട്ടുകാരി പ്രേമ എന്ന കലാകാരിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരി രാമനാട്ടുകരക്കാരി, അവരുടെ കവിതാ സമാഹാരങ്ങൾ വിലപ്പെട്ട ആ തൂലികയിൽ നിന്ന് ഇനിയും വിലപ്പെട്ട സാഹിത്യകൃതികൾ ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.